ഇത് വണ്ടി എടുത്തിട്ട് എത്ര നാളായി? ഇപ്പൊ ഫസ്റ്റ് ടൈം ബാറ്ററി മാറാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നത് എങ്ങനെ കണക്ട് ചെയ്ത വശം സപ്ലൈ പോയി. അപ്പൊ ആ സെയിം സമയത്ത് ഇത് ഇവിടെ അൻസല് അവിടെ നിന്ന് എന്തൊക്കെയോ മെയിൽ അയച്ചുകൊണ്ടിരിക്കുകയാണ്. റോഡ് സൈഡിൽ നിന്നിട്ട് തെങ്ങിന്റെ ചോട്ടിലാണ്. ഹായ് ഫ്രണ്ട്സ്, നമ്മളങ്ങനെ നമ്മുടെ അടുത്തൊരു യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോടേക്കാണ്. കോഴിക്കോട് ടിപ്പുവിൻ്റെ ഒരു കോട്ടയുടെ അവശിഷ്ടങ്ങളുണ്ടെന്ന് കേട്ടു. അപ്പോൾ അങ്ങനെ ഒരു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശരി, EV ആണല്ലോ, നമുക്കധികം കാശിലൊന്നുമില്ല പോയി വരാനായിട്ട്, വണ്ടിയാണെങ്കിൽ കയ്യിലുണ്ട് ഇതാണ്. അപ്പോൾ ആ ഒരു പ്ലാനിൽ നമ്മൾ എടുത്തതാണ്. കാരണം EV വാങ്ങിയതിന് ശേഷം നമുക്കുള്ള മെയിനായിട്ടുള്ള ഒരു മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് അതിപ്പോൾ ചെറുതായാലോ വലുതായാലോ ആവട്ടെ, അതിനു വേണ്ടി വരുന്ന എക്സ്പെൻസിനെ പറ്റി നമ്മൾ വലിയ ചിന്തിക്കില്ല EVയിൽ പോകുമ്പോൾ. കാരണം എന്താ, ആകെ ഒരു കാര്യം മാത്രമേ നമ്മൾ നോക്കുള്ളൂ, ആ ഭാഗത്ത് എവിടെയെങ്കിലും ചാർജിങ് സ്റ്റേഷൻ ഉണ്ടോ, ആ ഒരു കാര്യം മാത്രമേ നമ്മൾ EVയും കൊണ്ട് പോകുമ്പോൾ നോക്കുള്ളൂ. അതിനപ്പുറത്തേക്ക് വേറൊന്നും നോക്കില്ല. ചാർജിങ് സ്റ്റേഷൻ അവൈലബിൾ ആണോ, അത് കൊള്ളാവുന്ന ഏതെങ്കിലും കമ്പനിയുടെ ചാർജിങ് സ്റ്റേഷനാണോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതാണോ, നമ്മളത് അങ്ങോട്ട് പോകും, അത്രേ നോക്കാറുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളിപ്പോൾ എവിടെയെങ്കിലും ചാർജിങ് സ്റ്റേഷനിൽ പോകുമ്പോൾ അവിടെ വേറൊരു EV കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു കമ്മ്യൂണിറ്റിയായി മാറുകയാണ് അത്. അവരായിട്ട് എന്തായാലും ഇന്ററാക്ട് ചെയ്യും, അവരായിട്ട് ചെന്ന് കയറി നമ്മൾ സംസാരിക്കും, അവരുടെ ഒരു എക്സ്പീരിയൻസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ പ്രാവശ്യം ഈ വീഡിയോയിൽ അവസാനം നമ്മൾ ഇതുപോലെ തന്നെ കണ്ടുമുട്ടിയ ഒരാള്, ഷെൻസൺ എന്നാണ് ആ ചേട്ടൻ്റെ പേര്. ആള് ഒരു 1.5 കൊല്ലത്തോളമായിട്ട് EV യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ EV യൂസ് ചെയ്യുമ്പോൾ ആള് 1,00,000 കിലോമീറ്ററോളം ഏകദേശം ഓടിക്കുകയും ചെയ്തു. ആളുടെ എക്സ്പീരിയൻസ് എന്താണ്, ആൾക്ക് വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്താണ്, ഇതെല്ലാം നമ്മളിതിൽ ഞങ്ങളിവിടെ EV ചാർജ് ചെയ്യാനായിട്ട് മറീന ടാറ്റ മോട്ടോഴ്സിൽ വന്നു. അവിടെ വന്ന് കറക്റ്റായിട്ട് ഞങ്ങൾ കണക്ട് ചെയ്ത വശം സപ്ലൈ പോയി. അത് കാരണം ചാർജ് ചെയ്യാൻ പറ്റാതെ കിടക്കുക. അപ്പൊ ഇവിടുന്ന് പോകേണ്ടി വരും, അടുത്ത സ്റ്റേഷൻ നോക്കേണ്ടി വരും. കറക്റ്റായിട്ട് ഞങ്ങൾ ഇവിടുന്ന് കുത്തുന്നു, സപ്ലൈ പോകുന്നു. ഞങ്ങളിപ്പോ ടാറ്റ മോട്ടോഴ്സിൽ ഒന്ന് വണ്ടി ചാർജ് ചെയ്യാൻ ഇട്ടിരിക്കുകയാണ്. ഇവിടെ എന്തൊക്കെയോ കണക്ഷന്റെ പ്രശ്നം, കമ്മ്യൂണിക്കേഷൻ പ്രശ്നം നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചാർജിങ് ഭയങ്കര സ്ലോ ആവുന്നുണ്ട്. പലപ്പോൾ മീൻസ് ഡിസ്കണക്ട് ആയി പോകുന്നു, അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ആദ്യം ഒന്ന് കണക്ട് ആയിട്ടുണ്ട്. ഒരു 10 യൂണിറ്റ് ചാർജ് ചെയ്യാൻ കൊടുത്തു. 10 യൂണിറ്റ് ചാർജ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടര യൂണിറ്റ് ചാർജായി, 37%. 28% നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്, ഇപ്പോൾ 37%. അപ്പോൾ ആ സെയിം സമയത്ത് ഇത് ഇവിടെ അൻസല് അവിടെ നിന്ന് എന്തൊക്കെയോ മെയിൽ അയച്ചുകൊണ്ടിരിക്കുകയാണ്. റോഡ് സൈഡിൽ നിന്നിട്ട് തെങ്ങിന്റെ ചോട്ടിലാണ്. EVനെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ചാർജ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഈ പ്രാവശ്യവും EVക്ക് വേണ്ടി വരുന്നതിനേക്കാളും കൂടുതൽ കാശ് ചാർജ് ചെയ്യാൻ നമ്മൾക്ക് വേണ്ടി വരുന്ന തന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിന് നിങ്ങൾ തരുന്ന ഈ ഒരു സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ആ ജനറേറ്ററിൻ്റെ വീഡിയോ ഇട്ടത് ഒരുപാട് പേര് കണ്ടു, ഒരുപാട് പേര് അതിൽ സംശയങ്ങൾ ചോദിച്ചു, ഒരുപാട് സജഷൻസ് എല്ലാം തരുന്നുണ്ട്. അതിനെല്ലാം നന്ദിയുണ്ട്. നമ്മൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് നമ്മുടെ ഇതിൽ ചാനലിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചോളൂ. നമ്മളതിന് നമുക്കറിയാവുന്ന വിധത്തിലുള്ള മറുപടികളെല്ലാം തരുന്നതാണ്. അതുപോലെ തന്നെ ദയവ് ചെയ്ത് നിങ്ങൾ ഇതേപോലെ തന്നെ കൂടുതൽ വീഡിയോസ് കാണണം. ഈ EV കൊണ്ടുപോകുന്നതിൻ്റെ എഫക്റ്റ് എന്താണ്, അത് കൊണ്ടുപോയിട്ട് നമുക്കുണ്ടാവുന്ന ഇതുകൾ കൂടുതൽ വീഡിയോസ് നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്.
ഫറൂഖ് ഫോർട്ട് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇതിൻ്റെ ഹിസ്റ്ററി ഒക്കെ പറയുന്ന ഒരുപാട് വീഡിയോസ് നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ അധികം പോകുന്നില്ല. നിങ്ങൾക്കത് ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ തന്നെ അതിൻ്റെ നല്ല നല്ല വീഡിയോസ് അവൈലബിൾ ആണ്. നിങ്ങൾ EV എടുക്കണമെന്ന് ആഗ്രഹിക്കുകയും എന്നാൽ അതിപ്പോൾ എടുത്താൽ ശരിയാവുമോ എന്ന് ആലോചിച്ച് അതിനെപ്പറ്റി കോൺസ്റ്റന്റ് ആയിട്ട് പുതിയ അതിൽ ഉപയോഗിച്ചവരുടെ അനുഭവങ്ങൾ അറിയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് EVയിൽ ട്രിപ്പുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കൂടുതൽ ആൾക്കാരെ അതിൽ മീറ്റ് ചെയ്തിട്ട് അവരുടെ അനുഭവങ്ങൾ നമ്മളിതിൽ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ കൺഫ്യൂഷനുകളെല്ലാം തീരുന്ന വീഡിയോസ് വന്നുകൊണ്ടിരിക്കും. ചേട്ടന്റെ പേരെന്താ? ഷെൻസൺ. ഓക്കെ. ഇത് വണ്ടി എടുത്തിട്ട് എത്ര നാളായി? 1.5 കൊല്ലാവാറായി. മൊത്തം എത്ര കിലോമീറ്റർ ഓടി? 94,000. ഓക്കെ. അതില് ബാറ്ററിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വന്നിരുന്നു വണ്ടിമ? ഓക്കെ. എന്നിട്ട് അത് മാറ്റി തന്നവര്? അതിന് എന്തെങ്കിലും പ്രൊസീജിയർ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അധികം ടൈം എടുത്തോ? എങ്ങനെയാണ് ബാറ്ററി മാറ്റാനായിട്ട്? 1.5 മാസം എടുത്തു. വേറെ വണ്ടി വന്നു. ഓക്കെ. ഇപ്പൊ ഫസ്റ്റ് ടൈം ബാറ്ററി മാറാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നത് എങ്ങനെയാ മനസ്സിലായത്? ബാറ്ററി മാറേണ്ട സിറ്റുവേഷൻ ആയിരുന്നു. നമ്മൾ ഒരു പ്രാവശ്യം ഫുൾ ചാർജ് ചെയ്ത് ഞാനൊരു 400 കിലോമീറ്റർ കൂടി മൈലേജ് ഒരു 70 കിലോമീറ്റർ കൂടി ബാലൻസ് ഉണ്ടായിരുന്നു. അന്നേരം നമ്മളൊരു കോപ്പി കഴിക്കാൻ സൈഡാക്കി നിർത്തി. പിന്നെ വണ്ടി സ്റ്റാർട്ടാവില്ല. ഓക്കെ. അതായത് വൈപ്പറും മറ്റുള്ള സാധനങ്ങളൊക്കെ വർക്ക് ചെയ്യും. അത് മറ്റേ ബാറ്ററി നിന്നാണല്ലോ. അന്നേരം അതിനൊരു 5-8 ലൈറ്റ് കത്തിക്കെടുക്കുന്നുണ്ടാവും. ഓക്കെ. അതായത് നമ്മളിപ്പോ നമുക്ക് ആദ്യം കാണിക്കുന്നുണ്ട് ഒരു 70 കിലോമീറ്റർ കൂടി പോകാനുണ്ട് എന്ന് കാണിച്ചിട്ട് നമ്മൾ ഓഫ് ചെയ്ത് പിന്നെ ഓൺ ചെയ്തപ്പോഴേക്കും പോയി. എടുക്കില്ല. 0% ബാറ്ററി. അല്ല, ഓണാവില്ല. നമ്മള് ഈ ബട്ടൺ ഞെക്കി കഴിഞ്ഞാല് സ്റ്റാർട്ട് കഴിഞ്ഞാല് പിന്നെ ഓണെടുക്കില്ല. ഓക്കെ. അങ്ങനെ അത് സിഗ്നൽസ് മാത്രം കാണിക്കും. ഓക്കെ. മൂവിയില്ല. ആദ്യത്തെ ബാറ്ററിയിൽ അപ്പൊ എത്ര മൈലേജ് കിട്ടിയിരുന്നു? ഞാൻ ഏകദേശം നോൺ ഐസിക്ക് ഓടിയിരുന്നേ. ഞാൻ ഒരു 470-480 ഓടിയിരുന്നു. പറയണത് 430-440 ഞാൻ ആ ബാറ്ററിയില് നല്ല മൈലേജ് കിട്ടിയിരുന്നു. 470 ഓടിയിരുന്നു. പിന്നെ രണ്ടാമത് 470-480 കൂടുതൽ സ്ലോ ചാർജിങ്ങിലാണ് കിട്ടുക. സാധാരണ ചാർജിങ്ങിൽ ഏകദേശം ഒരു 400-420 ആ റേഞ്ച് വരും. ഇപ്പൊ പുതിയ ബാറ്ററി ആയപ്പോ അതിന് റേഞ്ച് കുറവാണോ? പുതിയ ബാറ്ററി ഇപ്പൊ വെച്ച് തന്നതിന് റേഞ്ച് കുറവാണ്. നമ്മളില് ബാറ്ററി വെച്ചെന്ന് തന്നെ നമുക്ക് എക്കോ മോഡ് നോൺ എസിയിലാകെ കാണിക്കുന്നതിന് 312 ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അത് 305 ആയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് താന്ന് വരികയാണല്ലോ ചെയ്യുന്നത്. അതായത് ഫുൾ ചാർജ് ചെയ്ത സമയത്ത് നമ്മൾ കാണിക്കുന്ന റേഞ്ച് താന്ന് വന്നോണ്ടിരിക്കും. ശരിക്കും 336 കാണിക്കുന്നത് ഈ ഒരു ബാറ്ററി. 44.5 അവർ പറയുന്നത് കപ്പാസിറ്റി. ഈ ബാറ്ററിയില് 336 കാണിക്കുന്നത്. അതിപ്പോ നിലവിൽ കാണിക്കുന്നത് എന്റെ ഇപ്പോ 312 ഉണ്ടായിരുന്നുള്ളൂ വെക്കുമ്പോ തന്നെ. മാറി തരുമ്പോ തന്നെ 312 ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അത് 305 മാറി. ശരിക്കും 336 30% കുറഞ്ഞാൽ അത് മാറ്റി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അങ്ങനെയാണ്. അതാണ് അതിന്റെ കണ്ടീഷൻ പറഞ്ഞാണ് അല്ലെ. അതായത് ടോട്ടലിന്റെ 30% നമ്മൾ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാലും ടോട്ടൽ കാണിക്കേണ്ടതിന്റെ 30% കുറവായിട്ട് കാണിക്കുകയാണെങ്കിൽ ബാറ്ററി കംപ്ലൈന്റ് ആയിട്ട് എടുത്ത് ബാറ്ററി മാറ്റി തരും. ഓക്കെ.
അന്നേരം ചിലപ്പോ ഇനി വേറെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നില്ല. മാക്സിമം ഇതില് ലോങ് ഡ്രൈവ് എത്ര പോയിരിക്കുന്നത്? ലോങ് ഡ്രൈവ് ഞാനൊരു സാധാരണ അപ്പ് ആൻഡ് ഡൗൺ ഒരു 1000-1200 കിലോമീറ്റർ. തൃശ്ശൂരിൽ തന്നെ നമ്മള് ഇപ്പൊ തിരുവനന്തപുരം, നാഗർകോവില്, മധുര പോയി വരികയെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1000 കിലോമീറ്റർ. ചിലപ്പോ ഒരു ദിവസം കൊണ്ടൊക്കെ അതാണ് ഒറ്റ സ്ട്രെച്ചിൽ പോയേക്കണം മാക്സിമം അല്ലേ? പിന്നെ ബാംഗ്ലൂര്, ചെന്നൈ ഇടയ്ക്ക് ആവശ്യങ്ങൾ വരുന്നുണ്ട്. അത് ബാംഗ്ലൂരാകുമ്പോൾ നമുക്കൊരു 500 കിലോമീറ്റർ 550 കിലോമീറ്റർ വൺ സൈഡ് 2 ദിവസം കൊണ്ട് നമ്മൾ ഓടി വരാറ്. ചെന്നൈ ആകുമ്പോൾ ഒരു 1100-1200 കിലോമീറ്റർ സാധാരണ ഓടാറുള്ള തന്നെയാണ്. എ സി ഒക്കെ എങ്ങനെയുണ്ട്? എ സി പെർഫെക്റ്റാണ്. എ സി കൂളിംഗ് പെർഫെക്റ്റാണ്. ബാക്കി കമ്പനിയുടെ ഭാഗത്തൊക്കെ നല്ല സപ്പോർട്ടാണ്. പക്ഷേ നമ്മൾ ചെന്നിട്ട് ഇവിടെ സർവീസ് പോയിന്റ് ചെല്ലുമ്പോഴാണ് അവര് നോക്കട്ടെ, കമ്പനിയിലെ ആൾക്കാരെ വിളിക്കാൻ മതി പറയാം. ശരി, താങ്ക് യു.